സൂറത്തുൽ ലൈൽ 5 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അധികാരസ്ഥന്മാരായി മാറി. അതിൽ മുൻ പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്ത കന്നിക്കാരുമുണ്ട്. അധികാരം അള്ളാഹു നൽകുന്ന ഒരു നിയാമത്താണ്, ഒരു ഫളുല, ഒരമാനത്താണ്. മനുഷ്യനെ അള്ളാഹു ആദരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു ആദരിച്ചത്? മനുഷ്യരല്ലാത്ത ഒരുപാട് ജീവികളും പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളൊക്കെ അള്ളാഹു പടച്ചത് തന്നെയാണ്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അറളുനൽ അമാനത്ത, അമാനത്തിനെ ഞാൻ പ്രദർശിപ്പിച്ചു. ആകാശത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും പർവ്വതങ്ങളെ മേലുമൊക്കെ അമാനത്ത് ഏറ്റെടുക്കുമോ? ഫ അബൈന, അവരൊക്കെ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. അവസാനം മനുഷ്യൻ അമാനത്ത് ഏറ്റെടുത്തു എന്നാണ് അള്ളാഹ് പറയുന്നത്. ആ അമാനത്ത് ഏറ്റെടുത്തത് കൊണ്ടാണ് മനുഷ്യനെ ആദരിക്കാനുള്ള ഒരു കാരണം. അതായത് മനുഷ്യന് ഉത്തരവാദിത്ത ബോധമാണ്. നന്മ ചെയ്യാനും നന്മ ചെയ്യാതിരിക്കാനും അവന് സാധ്യമാകുന്ന രൂപത്തിലാണ് അവനെ പടച്ചുണ്ടാക്കിയത്. ഇപ്പം സാധാരണഗതിയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, അതൊരു ലഹരിയാണ്. ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അധികാരം ഒരു ഭീകരതയായി കടന്നു വരും. വിശുദ്ധ ഖുർആനും സൂറത്ത് നംലിൽ ബിൽക്കീസ് രാജ്ഞിയുടെ വാക്കായി ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നൽ മുലൂക ഇദാ ദഖലു ഖറിയ, രാജാക്കന്മാർ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഫ്സദൂഹ, അവരവിടെ ഫസാദ് ഉണ്ടാക്കുകയാണ് ചെയ്യുക, കുഴപ്പമുണ്ടാക്കും. വജഅലു അഇസ്സത അഹ്ലിഹ അദില്ല, അവിടുത്തെ മാന്യന്മാരായ ആളുകളെ നിന്ദ്യന്മാരാക്കി കളയും. ഒരു നാട്ടിലേക്ക് രാജാക്കന്മാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വഖദാലിക യഫ്അലൂൻ, അപ്രകാരമാണ് അവർ പ്രവർത്തിക്കുക എന്ന് പൊതുവിൽ അധികാരം കിട്ടിയ ആളുകളെക്കുറിച്ചൊരു വിലയിരുത്തലാണ്. ഇത് വർത്തമാനകാലത്തും സ്വജനപക്ഷപാതമായിട്ടും അവനവൻ്റെ കുടുംബങ്ങളുടെ താല്പര്യ സംരക്ഷകരായിട്ടുമൊക്കെ മാറുമ്പോഴും അധികാരം ഒരു വിനയായി മാറാറുണ്ട് എന്നുള്ളത് വർത്തമാന സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണ്. മറിച്ച് അവനവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വീണ്ടും ആ സ്ഥാനത്ത് നിങ്ങൾ തന്നെ ആവണം എന്ന ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിലെ പ്രവർത്തനം കാഴ്ചവെച്ചാലോ അതെക്കാലത്തും മധുരിക്കുന്ന അനുഭവമാവുകയും ചെയ്യും. ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം കണ്ണു കാണാത്ത സഹാബിയ, അദ്ദേഹം ഖാദിസിയ യുദ്ധത്തിലാണ് രക്തസാക്ഷിയാകുന്നത്. അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകേണ്ടതില്ല. കണ്ണു കാണാത്ത വൈകല്യമുള്ളത് നിമിത്തം അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ എന്നാലും തൻ്റെ ദൗത്യം ഇസ്ലാമിന് വേണ്ടി തൻ്റേതായ ഒരു നിയോഗം സഫലമാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മു മക്തൂം, നിങ്ങൾ എന്തിനാ പോരുന്നത്? ശത്രുവിനെ നിങ്ങൾക്ക് കാണുമോ? ശത്രുവിനെ കാണൂലല്ലോ നിങ്ങൾക്ക്, പിന്നെ നിങ്ങൾ യുദ്ധത്തിന് പോകാൻ ഞങ്ങൾക്കൊരു ഭാരമാണല്ലോ നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോന്നു കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ എനിക്ക് കഴിയുമല്ലോ, മുസ്ലിങ്ങളുടെ പതാക ഏന്തിയിട്ട് ഒരാളായി നിൽക്കാൻ എനിക്ക് കഴിയല്ലോ. അങ്ങനെ നിന്നാൽ തന്നെ എന്തു ചെയ്യും?
ആളുകൾക്ക് മുസ്ലിങ്ങളെ എണ്ണ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയപ്പാടും ഉണ്ടാവുമല്ലോ. കണ്ണ് കാണുമോ ഇല്ലേ നോക്കുമ്പോൾ ദൂരത്ത് നോക്കുമ്പോൾ അറിയില്ലല്ലോ. മുസ്ലിങ്ങൾ ഒരാൾ പതാക പിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടാവുമ്പോൾ ഒരാളായല്ലോ, അത് ശത്രുക്കൾക്കൊരു ഭയപ്പാടുണ്ടാക്കാൻ കാരണമാവുമല്ലോ. രണ്ടാമത്തെ ഒരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണ് കാണാത്ത ആളായതുകൊണ്ട് ഓടൂല്ലല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ തോറ്റ ഓടിയാലും ചിലപ്പോൾ എനിക്ക് ഓടാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ആവേശമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അമാനത്ത്, എല്ലാവരും ഈ അമാനത്തുള്ളവരാ. റസൂൽ പറഞ്ഞ കുല്ലുക്കും റായിൻ, എല്ലാവരും ഭരണീയരാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, എല്ലാവരും അവരുടെ ഭരണത്തെക്കുറിച്ച് അല്ലാഹ് ചോദിക്കും ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ബൈത്തുൽ മാലിലെ ഒരു ഒട്ടകം കയററ്റിച്ചു പോയി. കൊടിയ ചൂട്, ആളുകൾക്ക് ഉച്ചക്ക് ഉറങ്ങുന്ന സമയം. ആ സമയത്താണ് ഈ ഒട്ടകത്തെ അന്വേഷിച്ചിങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് തമീം ഗോത്രത്തിലെ നേതാവ് അഹ്നഫ് ഇബ്നു ഖൈസ് ഉമർലാനെ കാണാൻ വരികയാണ്. കാണാൻ വന്ന സമയത്താണ് ഇദ്ദേഹം ഒട്ടകത്തെ അന്വേഷിച്ച് പുറപ്പെടാൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിങ്ങനെ ബൈത്തുൽ മാലിൽ ഒട്ടകം നഷ്ടപ്പെട്ടിന്, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ആരോടായി ചോദിക്കുന്നത്? തമീം ഗോത്രത്തിലെ നേതാവിനോടാണ് ഉമർലാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒപ്പമുള്ള പരിചാരകന്മാർ പറഞ്ഞു, ഈ ഒട്ടകത്തെ തരിയപ്പോൾ നിങ്ങളൊക്കെ പോണോ? ഏതോ രണ്ട് അടിമനെ പറഞ്ഞയച്ചാൽ പോരെ? ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അമീറുൽ മുഅ്മിനീനും തമീം ഗോത്രത്തിലെ നേതാവും ഒക്കെ ഇപ്പോൾ ഒട്ടകത്തെ തെരഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും രണ്ട് അടിമനെ പറഞ്ഞയച്ചാൽ ഒട്ടകത്തെ തേടി പിടിച്ച് കൊണ്ടുവന്നോളൂല്ലേ? അതിന് ഉമർലാൻ പറഞ്ഞ മറുപടി, വഅയ്യു അബ്ദിൻ അഅ്ബദു മിന്നി, എന്നെക്കാൾ വലിയൊരു അടിമനി ആരാളുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലക്ക് ഞാനാണല്ലോ അതിന് അന്വേഷിച്ച് പോകേണ്ടത്. ഞാൻ പോകാതെ വേറെ ഏതൊരടിമ പോകുന്നതിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അധികാരം കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അധികാരം കിട്ടിയാൽ പൊതുവെ അവർ എതിരാളികളെ അടക്കി നിർത്തുകയും തകർക്കുകയൊക്കെ ചെയ്യുന്ന ഗ്യാസ് ചേമ്പറൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമല്ലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചപ്പോഴും ഈ ഭരണത്തിൻ്റെ കുഞ്ചിക സ്ഥാനം തൻ്റെ കാലശേഷം മകൻ്റെ കൈകളിൽ ഭദ്രമാവണമെന്ന് ആഗ്രഹിച്ചില്ല. മകന് അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചതുമില്ല. അദ്ദേഹം 6 അംഗ സമിതിയെ നിശ്ചയിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക്, എൻ്റെ മകൻ അബ്ദുള്ളക്ക് അധികാരം കൊടുക്കരുത് എന്ന. കാരണം എന്തുകൊണ്ടാ? ഇത് ഹരമുള്ളൊരു സംഗതിയാണ്, ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന സംഗതിയാണ്, നമ്മൾക്ക് അധികാരം വളരെ സ്ഥാനമാനങ്ങളൊക്കെ നൽകുന്നൊരു പദവിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പരലോകത്ത് ഇത് നമുക്കെതിരെ വരുന്ന ഒരവസ്ഥയാണ് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖാലിദുൽ വലീദ് മുസ്ലിം സമൂഹത്തിലെ വലിയ സേനാനായകനായി അള്ളാഹുവിൻ്റെ വാള് എന്നറിയപ്പെടുന്ന സഹാബിയാണ്. അദ്ദേഹം പട്ടാള മേധാവിയുടെ സുപ്രീം അതോറിറ്റിയിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടൊരു കവിത ചൊല്ലിയപ്പോൾ ആ കവിക്ക് അദ്ദേഹം 10,000 നാണയം കൊടുത്തു. ഇത് ഉമർ അല്ലാഹുവിന് അറിഞ്ഞു. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഖാലിദ് വലീദിൻ്റെ സേവനങ്ങളും അദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളൊക്കെ പുകഴ്ത്തിക്കൊണ്ട് പാടിയൊരു പാട്ട്, ആ പാട്ടിനാണ് 10,000 കൊടുക്കുന്നത്. ഉമർ റളിയല്ലാഹു ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. റസൂലുള്ളാഹ് വിശേഷിപ്പിച്ച അള്ളാഹുവിൻ്റെ വാളെന്ന് വിശേഷിപ്പിച്ച ആളാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ നിങ്ങൾ ചെയ്തത് ധൂർത്താണ്. ഇനി ബൈത്തുൽ മാലിലെ പൊതുമുതലെടുത്താണ് നിങ്ങൾ ആ 10,000 ആ കവിക്ക് കൊടുത്തതെങ്കിൽ നിങ്ങൾ ചെയ്ത അഴിമതിയാണ്. അയാൾ ഒരു മുസ്ലിം സൈന്യത്തിന് നേതാവായിരിക്കാൻ അർഹതയില്ല എന്നും പറഞ്ഞിട്ട് പട്ടാളക്കാരുടെ പരേഡ് നടത്തിയിട്ട് ആ പരേഡിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ തൊപ്പി അഴിച്ചു മാറ്റുകയും സൈനിക വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയും ചെയ്തുകൊണ്ടാണ് പട്ടാള മേധാവി സ്ഥാനത്ത് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. കാരണം പട്ടാള മേധാവിയായപ്പോഴേക്ക് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞവർക്ക് അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നത് ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അർഹതയില്ല എന്ന് ഉമർലാൻ ബോധ്യപ്പെടുക. ഇനി അത് മാത്രമാണോ?
ഓരോ വർഷം ഹജ്ജിൻ്റെ സമയത്തും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഹജ്ജിന് വരുന്ന മുസ്ലിങ്ങളെ വിളിച്ചിട്ട് ഉമർ ചോദിക്കും, നിങ്ങളെ നാട്ടിലേക്ക് ഞാൻ പറഞ്ഞയച്ച ഗവർണർ എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? കുറ്റമറ്റ ഭരണമാണോ? അതല്ല അഴിമതിയോ പക്ഷപാതിത്വങ്ങളോ നിങ്ങൾ അവരിൽ നിന്ന് കാണുന്നുണ്ടോ? അപ്പോൾ ആളുകൾ അവിടെയാണല്ലോ ചോദിക്കുന്നത്. ആളുകൾ പറയണം അയാളിപ്പോൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ അധികാരം അവിടെ അവസാനിപ്പിച്ച് അയാളെ തിരിച്ചു വിളിക്കും. ആളുകൾ പറയണം നല്ല ഭരണാധികാരിയാണ്, കഴിവുള്ളവനാണ്, അയാളെ തന്നെയാണ് ഇനി ഞങ്ങൾക്ക് ആക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അയാൾക്ക് അധികാരം തുടർന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് അധികാരങ്ങൾ കൊടുക്കുന്നത്. ഈ അധികാരങ്ങൾ കൊടുക്കുന്നിടത്തൊക്കെ തന്നെ അവരെത്രത്തോളം അതിനോട് നീതി കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അലി റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതാണ് ജുഡീഷ്യറി. അന്നത്തെ ജഡ്ജിയാണ് ഖാലി ശുറൈ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാള് നഷ്ടപ്പെട്ടു പോവുകയും അതൊരു ജൂതൻ്റെ കൈവശം കാണുകയും ചെയ്തപ്പോൾ ജൂതനോട് പറഞ്ഞപ്പോൾ ജൂതൻ പറഞ്ഞില്ല എൻ്റെ വാളാണ്. അവസാനം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വിചാരണ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്, അലി നിങ്ങളുടേതാണ് വാള് എന്ന് തെളിയിക്കാൻ എന്താണ് നിങ്ങൾക്കുള്ള പ്രൂഫ്? അപ്പം അവനാൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു വാളിനിപ്പോൾ വേറെ ആൾ സാക്ഷി പറയണ്ടാവില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ജഡ്ജിയോട് പറഞ്ഞു, എൻ്റെ മകനുണ്ട് ഹസൻ, പിന്നെ എൻ്റെ വേലക്കാരനുണ്ട്, ഇവർ രണ്ടുപേർക്കും അത് എൻ്റെ വാളാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ആ പടയെങ്കിൽ. അപ്പോൾ ഖാലി ശുറൈഹി പറയുന്നൊരു വാക്കുണ്ട്, മകനെ സാക്ഷിയായി പിതാവിന് പറ്റില്ല എന്ന്. മകൻ സത്യവാനല്ലാത്തത് കൊണ്ടല്ല, വാപ്പക്ക് വേണ്ടി മകൻ കളവ് പറയാനും വാപ്പയുടെ മാനം രക്ഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ അതിൽ. ആ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഹസനെ വാപ്പയ്ക്ക് വേണ്ടി സാക്ഷി പറയാൻ പറ്റില്ല. അവസാനം വാള് ജൂതൻ്റെ കൈവശമുള്ളത് ജൂതന് തന്നെ ആ പടയെങ്കി വിധിക്കുകയാണ്. ആ ജൂതൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ രാജ്യത്തെ ഭരണാധികാരിയാണ് അലി, അദ്ദേഹത്തിൻ്റെതാണ് ഈ പടയെങ്കി, അദ്ദേഹം ബൈത്തുൽ മാലിന് ശമ്പളം കൊടുക്കുന്നതാണ് ഇവിടുത്തെ ജുഡീഷ്യറി, അദ്ദേഹമാണ് അലിക്കെതിരെ വിധി പറയുന്നത്. ആ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ആ ഒരൊറ്റ വിധിയിലൂടെ മനസ്സിലാക്കിയിട്ട് ആ ജൂതൻ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടേത് തന്നെയാണ്, എനിക്കത് വഴിയിൽ നിങ്ങളുടേത് വീണത് കളഞ്ഞു കിട്ടിയതാണ് എന്ന് പറഞ്ഞ് അലിക്ക് തിരിച്ചേൽപ്പിക്കുകയും ഇസ്ലാമിൻ്റെ ആ നീതി കണ്ടിട്ട് ആ ജൂതൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ പടയെങ്കിൽ അയാൾക്ക് തന്നെ സമ്മാനമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഭരണത്തിലേറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭരണകൂടം എടുക്കുന്ന ഒരു നിലപാടിനെതിരെ ജുഡീഷ്യറി വിധി പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ അയാളിപ്പോൾ തെറിച്ചുട്ടോ, അയാൾക്കിപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും അയാളെ തട്ടും, ഏതെങ്കിലും അജ്ഞാതം വന്ന് വെടിയുതിർത്ത് ആ ജഡ്ജിയെ തകർക്കും. ഇപ്പോൾ ജുഡീഷ്യറിക്കൊന്നും വലിയ പേടിയാണ്. ഭരിക്കുന്ന ആളുകളും ഭരണീയരായ ആളുകളും തമ്മിലൊക്കെയുള്ള അലയൻസുകൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മുടേതായ തനിമയും നമ്മുടെ വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം സത്യവിശ്വാസിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഒരു സംഗതി, കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ എന്നാണ്. സത്യവിശ്വാസി ഒരു വടവൃക്ഷം പോലെയാണ്. എന്താണ് വടവൃക്ഷം പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും നീക്കുപോക്കുകൾ നടത്തുന്നവനല്ല. ചുറ്റുപാടുമുള്ളവരൊക്കെ അഴിമതി നടത്തുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞാനും അതിൻ്റെ ഭാഗഭാക്കാകുന്നു എന്ന് ചിന്തിക്കുകയല്ല. അവരൊക്കെ അതിൻ്റെ ഡിവൈഡിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വിഹിതവും വാങ്ങേണ്ടതുണ്ട് എന്ന് വാങ്ങുകയില്ല. കാരണം എന്താ? ഞാൻ മുസ്ലിമാണ് എന്ന് ജീവിതം കൊണ്ടാണ് തെളിയിക്കേണ്ടത്. കേവലം നമസ്കരിക്കുന്നു അല്ലെങ്കിൽ നോമ്പെടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിം ആകുന്നത്. മറിച്ച് അവൻ്റെ ജീവിതം ഇസ്ലാമിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വൃക്ഷം എത്ര മരങ്ങൾക്കിടയിലാണെങ്കിലും
ഓരോ വൃക്ഷവും അതിൻ്റെ സീസൺ ആവുമ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് നൽകുക. ചുറ്റുള്ളതൊക്കെ റബ്ബറാണ് എന്നത് റബ്ബർ തോട്ടത്തിലെ മാവ് പാൽ ഉൽപ്പാദിപ്പിക്കില്ല, മാമ്പഴമാണ് നൽകുക. ചുറ്റുള്ളതൊക്കെ മാവിൻ തോട്ടമാണ് എന്നത് അതിലൊരു തെങ്ങ് മാങ്ങ ഉൽപ്പാദിപ്പിക്കാറില്ല, തേങ്ങ തന്നെയാണ് നൽകുക. അതുപോലെ ഒരു വിശ്വാസി ഏത് സ്ഥാനത്ത് അധികാരത്തിലിരിക്കുകയാണെങ്കിലും അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഇപ്പറഞ്ഞ ഔന്നിത്യം ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അള്ളാഹ് ആദരിക്കാനുള്ള കാരണം ഈ അമാനത്ത് ഏറ്റെടുക്കുകയും അത് വ്യവസ്ഥാപിതമായി നടപ്പാക്കുകയും ചെയ്തതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് മനുഷ്യൻ ചെയ്തു കൊടുത്ത നിയമത്താണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചു വച്ചിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ കൂട്ടവും ബഹളവും ഒക്കെ അവസാനിക്കുമല്ലോ. അള്ളാഹ് പറഞ്ഞല്ലോ, വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒറ്റക്കൊറ്റക്കാണ്. അവനവനാണ് അവനവൻ്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അധികാരങ്ങൾ കിട്ടുമ്പോൾ വന്ന വഴികൾ മറന്നു പോവുകയും പടച്ച റബ്ബിനെ നിഷേധിയാവുകയും ചെയ്യുന്ന അവസ്ഥ ഖാറൂനിൻ്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബിയുടെ അനുയായിയായിരുന്നു ഖാറൂൻ. സാമ്പത്തിക സൗകര്യങ്ങൾ കൂടിയപ്പോൾ മൂസാ നബിയുടെ ആദർശമൊന്നും അദ്ദേഹത്തിന് ഒരു വിലയുള്ളതായി തോന്നിയില്ല. അതുപോലെ തന്നെയാണ് സൂറത്ത് കഹ്ഫിൽ തോട്ടക്കാരൻ്റെ കഥ പറഞ്ഞപ്പോഴും സമൃദ്ധി കൂടിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മാ അലുന്നു അൻ തബീദ ഹാദിഹി അബദ, ഈ തോട്ടങ്ങളും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഉണ്ടാവില്ല. മാത്രമല്ല വമാ അലുന്നു സാഅത ഖായിമ, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സമ്പത്ത് ദൈവനിഷേധത്തിലേക്ക് മനുഷ്യനെ നയിക്കും, അധികാരം നയിക്കും. അവിടെയൊക്കെ എളിമയുള്ള വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുമ്പോഴാണ് ആ വൃക്ഷത്തിൻ്റെ ധർമ്മം. ഒരു വൃക്ഷമാവണമെങ്കിൽ അതിന് നല്ല താഴ്വേര് വേണം, ഉറച്ചു നിൽക്കുന്ന തടി വേണം, അതുപോലെ തന്നെ പന്തലിച്ചു നിൽക്കുന്ന ശിഖരങ്ങളും വേണം. അതുപോലെ വിശ്വാസിയാവാൻ അവന് അതിനനുസരിച്ച് അറിവ് വേണം, നാവുകളിൽ ഇസ്ലാമിനെ പ്രതിദാനം ചെയ്യാൻ കഴിയണം, പ്രവർത്തനങ്ങളെ കൊണ്ട് അടയാളപ്പെടുത്താനും കഴിയണം. അത്തരത്തിൽ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുന്ന മുസ്ലിങ്ങളാകുമ്പോഴാണ് ലോകം ഇസ്ലാമിൻ്റെ മാസ്മരികമായ മാധുര്യം അനുഭവിക്കാൻ കഴിയുക. അത്തരത്തിൽ മുസ്ലിങ്ങളായ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമിനെ കൊണ്ട് അടയാളപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മെ ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.